രാജുവിന് രാഘവന് ഇവിടെ എത്ര സ്ഥലമുണ്ട്? 2 ഏക്കർ. അത് ചെറിയ വിലയ്ക്ക് കിട്ടി. പിന്നല്ലേ പള്ളിക്കാര് മലവാരം വാങ്ങി വില കൂട്ടിയത്. കൃഷി ചെയ്ത് കൂടണോ ദുബായി പോണോ ഒന്നിനും ഒരു നിശ്ചയമില്ല രാഘവേട്ടന്. ഓരോ സമയത്ത് ഓരോന്ന് പറയും. 10,000-15,000 കൊടുത്ത് ദുബായി പോയിട്ട് എന്ത് കിട്ടാനാവോ? പണം കൊടുത്തോ? കൊടുത്തിട്ടില്ല. ആ കാശ് കൊണ്ടൊരു ചെറിയ വീടുണ്ടാക്കാലോ. അച്ഛൻ അതാ പറഞ്ഞത്. ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടാലേന്ന് വെച്ച് മിണ്ടാതിരിക്കാൻ പറഞ്ഞാ അച്ഛൻ കേക്കില്ല. അത്രയ്ക്കൊക്കെ കാശുണ്ടോ രാഘവന്? 2 ഏക്കർ നിസ്സാര വിലക്കല്ലേ അച്ഛൻ വാങ്ങിച്ചു കൊടുത്തേ. നാട്ടിൽ നിന്ന് സ്ഥലം വിറ്റ് കിട്ടിയ കാശ് അങ്ങനെ നാനാവിധാക്കിയിട്ടൊന്നുമില്ല. രാഘവൻ ഈ സ്ഥലം കണ്ടുപിടിച്ചതാ അത്ഭുതം. അച്ഛന്റെ ഉപദേശമാണ്. അങ്ങാടിയിൽ വെച്ച് യാദർച്ചയെ കണ്ടപ്പോ നിർബന്ധിച്ചു കൊണ്ടുവന്നല്ലേ സ്ഥലം കാണിക്കാൻ. അച്ഛൻ ആർക്കെങ്കിലും ഒക്കെ ഉപദേശം കൊടുത്തിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല. ഇവിടെ ഇനി ഉപദേശം തുടങ്ങും, നോക്കിക്കോളൂ. നാണുവേട്ടനൊരു സഹായായി രാഘവൻ വന്നതല്ലേ? പക്ഷെ പണിയെടുപ്പിക്കാനൊന്നും രാഘവേട്ടൻ അറിഞ്ഞൂടാ. ഹിന്ദി പാഠം സമാപിക്കുന്നു. ഓ 9 അരിയിടാൻ നോക്കട്ടെ. സമയം ഇത്ര കൃത്യമായിട്ട്? അതിനല്ലേ ആകാശവാണി. ഹിന്ദി പാഠം കഴിഞ്ഞ അരിയെടുപ്പത്തിടാന്ന കണക്ക്. രാമ, ഇതാ കാപ്പി എല്ലാവർക്കും കൊടുക്ക്. കുറുമ്പം വന്നില്ലേ? അവൻ ഇങ്ങോട്ട് തരാനാ ഇപ്പോ. നീ പറഞ്ഞിട്ടാ കൊടുത്തത്. നിന്റെ കൂലിന്ന് അത് കിഴിക്കും, നോക്കിക്കോ. എന്റെ അടുത്ത് വിളവ് നടക്കില്ലെന്ന് പറഞ്ഞേക്ക് അവനോട്. അച്ഛാ, കോതയുടെ പെണ്ണ് 5 റുപ്യ അധികം പറ്റിയിട്ടുണ്ട്, അത് മറക്കണ്ട. കാര്യമില്ല. പിന്നെ ഞാൻ 10 റുപ്യ വാങ്ങി. എന്റെ കണക്കെവിടെ? അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ബനിയം വാങ്ങി 2 റുപ്യക്ക് ചായ കുടിച്ചു. ടൗണിൽ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ ചെലവുണ്ടാവില്ലേ രാജി? ഈ മാസം പാലായിട്ട് സൂക്ഷിക്കാൻ തന്നത് എത്രയാണെന്നറിയോ? 400. തെറ്റ്. 600 തന്ന അപ്പൊ തന്നെ അതിന് 25 എടുത്തില്ലേ കള്ള. പിന്നെ 15ഉം 10ഉമായിട്ട് 60 പറ്റി. എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഓ ശരിയാണ്, മറന്നോ? ഇങ്ങനെ ചെലവാക്കാൻ തുടങ്ങിയല്ലേ ലോറി ഓടിച്ച് മരം കയറ്റി പ്രമാണിയായി നടക്കണതേ സ്വപ്നത്തിൽ എന്നെ ഉണ്ടാവുള്ളൂ, പറഞ്ഞേക്കാം. ഇപ്പൊ ഇത് മതി പോരെ? ഈ ബാങ്കിൽ എത്രയാണെന്ന് അറിയണ്ടേ ബാക്കി? നീ കണക്ക് വെക്കണുണ്ടല്ലോ, അത് മതി. എനിക്കറിയണ്ട. അറിയണം. നാട്ടിലെ സ്ഥലം വിറ്റ് 20,000 അങ്ങനെയുണ്ട്. അതിന്റെ മീതെ മാസം വീണത് 100-200 രൂപ. ഇങ്ങനെ പോയാലേ 40 എത്തി ലോറി എടുക്കുമ്പോഴേക്കും ബാലായിട്ട് തന്തപ്പടിയാവും. ഓ ശരിയാണ്. ഒറ്റ വഴിയേ ഉള്ളൂ കാര്യം എളുപ്പത്തിൽ നടക്കാൻ. ശ്രീധന തുക എന്താണെന്ന് നിശ്ചയിച്ച് അത് നേരത്തെ ഈട്ടത്തിലിടാൻ പറ അച്ഛനോട്. കല്യാണം വരെ കാക്കണമെന്നില്ല. എന്തേ? ഒറ്റ മോളെ ആർക്കാ കെട്ടിച്ചു കൊടുത്തത് 4 പേര് ചോദിച്ചാ ഈർച്ചക്കാരനെന്ന് പറഞ്ഞ നാണക്കേടല്ലേ? മരുമകൻ ആരാ? അറിയില്ലേ? ആ ലോറിയും കരാറ് പണിയൊക്കെ ഉള്ള ബാലൻ. ആർക്കാ എന്റെ അന്തസ്? എന്നാലേ ഇത് ഇവിടെ ഇരിക്കട്ടെ. തരില്ല തരില്ല. എന്താ ഒരു 10 റുപ്യ ചോദിച്ചാ കിട്ടാൻ പ്രയാസാക്കണേട്ടാ. തരണത് മുഴുവൻ വാങ്ങണ്ടേ? ചപ്പിന് എന്തിനാ എന്റെ സൂക്ഷിക്കാൻ തരണേ? അച്ഛന്റെ സ്വഭാവ മോൾക്കും. ഇരുമ്പ് കുടിച്ച വെള്ള ഇവളുടെ കയ്യിൽപ്പെട്ട കാശ്. ബാല, ഒരാഴ്ചയോട് ചുമര് പൊന്തും. അഴുക്കോലിന് പറ്റിയ കഷ്ണങ്ങൾ മൂപ്പനോട് പറഞ്ഞോ? ഇരുമുള്ളിന്റെ പുറവട്ട് എടുക്കാന്നാ മൂപ്പൻ പറഞ്ഞ്. ആശേരി കുത്തുണ്ടാക്കുന്നുണ്ട്, അത് നിന്റെ തരാം. എന്തോ എന്നും ഈ ചായപ്പുഴയുടെ ചായപ്പിൽ കിടന്നാ പോരാന്ന് ഒരു നല്ല ബുദ്ധി തോന്നിയല്ലോ നിന്റെ അച്ഛന്. അതും ദുശലവാന്ന് ആ മകളുടെ കണക്ക് ബാല. ഇപ്പൊ എന്താ നമ്മൾ ഇവിടെ താമസിക്കണില്ലേ? ഇത് മതിയോ? ഒരറ വേണ്ടടി. ഇവിടെ ഒരു മുക്കില് കിടന്നോളോ കല്യാണം കഴിഞ്ഞാൽ നീ നിന്റെ ആളും? ചോദിച്ചു നോക്ക്. ഒന്ന് മിണ്ടി പറഞ്ഞിരിക്കാൻ സ്ഥലം ഉണ്ടോടി ഇവിടെ? മിണ്ടി പറഞ്ഞിരിക്കാന്ന് വെച്ചാ എന്താന്ന് മനസ്സിലായ നിനക്ക്? തൊള്ളാരം പറയാണ്ട് പോണ്ടോ വേഗം? വീട് പണി കഴിഞ്ഞാലും ശ്രീധനം വകയില് ഒരു സംഖ്യ തരാൻ കാണില്ലേ അച്ഛന്റെ കയ്യിൽ? ചായക്ക് 60 കാശ്, ഊണിന് 1.25. അറക്കനുണ്ടല്ലോ ശരിക്ക്. സംഖ്യ കുറച്ച് കാണണമല്ലോ അപ്പൊ. ഉണ്ടാവും. അതെ, ആ കാശേ പെണ്ണിന്റെ കഴുത്തിലും കാതിലും പൊന്നായിട്ട് കിടക്കും. വെള്ളി ഉറുപ്പ്യ ഒരെണ്ണം ആ വകയിൽ എന്റെ കുട്ടിക്ക് തൊടാൻ കിട്ടില്ല. നീ പോയി ആ ഷർട്ടും മുണ്ടൊക്കെ ഒന്ന് ഇസ്തിരിയിട്ട് വെക്കേ. കോലോം പറമ്പത്ത് കാവടിക്ക് പോകുമ്പോ ഇടാം. വൃത്തിയും വെടുപ്പമായിട്ട് വരാമെങ്കിൽ നിനക്കും കൂടെ വരാം. കാട്ടുജാതിയും കൊണ്ടാണ് ഞാൻ നടക്കുന്നതെന്ന് തോന്നരുതല്ലോ പരിചയക്കാര് കാണുമ്പോ.
എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? കാട്ടുജാതിയോ? ആ. ഇനി പറയോ? ചിലപ്പോ ഇനി പറയോ? 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 ഇനി പറയോ? മാങ്ങാച്ചോള. ചിറ്റാരം കാറ്റിൽ മറുമരം ദൂരെ മറുതീരം മറുതീരത്തെ കോണി സംക്രമം ഇന്നത്തെ താളം കാവിൽ കൊണ്ടാടുന്നേ ചിറ്റാരം കാറ്റിൽ മറുമരം. കിളിമൂടും വെള്ളിമളം കൂട്ടിന്മേലെ ഇടക്കുറിച്ചാന്തണിയും കാറണിക്കുന്നിന്മേലെ ഇടവത്തിന്നരമണിയിളകിന നേരം പുലരും നേരത്ത് അവിളത്തൊരു മറുകും കുത്തിക്കുളിരാടാനുണരടി പോയി. ഓ ദൂരെ മറുതീരം മറുതീരത്തെ. ഉണക്കസ്രാവ് തീർന്നോ? ഒരു കഷ്ണം എടുത്ത് വറക്കാറുന്നില്ലേ? കൂട്ടാനാ വെച്ചത്, ഒരു കഷ്ണം ബാക്കിയുണ്ടായിരുന്നു. ഇവൾ ഇപ്പോഴും അമ്മയുടെ അതേ ചിട്ടയിലാ. ഇറച്ചി മീനും ഒക്കെ ഉണ്ടാക്കും, പക്ഷെ കഴിക്കില്ല. ഈ രാഘവൻ എങ്ങോട്ടാണാവോ പോയത്? എന്തൊക്കെയോ ആലോചനകളുണ്ട് രാഘവന്, പക്ഷെ ഒന്നും തുറന്നു പറയില്ല. ബാലനിപ്പ എന്താ ഏർപ്പാട്? മരപ്പണിയായിരുന്നു കൂപ്പിൽ. ഇപ്പോൾ ഒന്നും തീരുമാനിച്ചില്ല. വീട്ടില് അങ്ങനെ ആരുമില്ല. 3 ഏട്ടന്മാരാണ്. അവരൊക്കെ ഓരോ പണിയായിട്ട് ഓരോ സ്ഥലത്താണ്. നാട്ടില് സ്ഥലമൊന്നുമില്ല. ഭാഗത്തിൽ 16 സെന്റ് ഉണ്ടായിരുന്നു. വിറ്റു മുൻപ്. എന്നിട്ട് ആ കാശ് കൊണ്ടൊന്നും ചെയ്തില്ലേ? അടവിനൊരു ലോറി എടുക്കണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. കഷ്ടിച്ചതിന് കാശുണ്ടാക്കി. എന്നിട്ട് അത് ആ കാശ് പോയി. പോയോ? ഇതാ നിങ്ങൾ ചെറുപ്പക്കാരുടെ ദോഷം. അമിത ലാഭം കിട്ടും വെച്ചിട്ട് വല്ലതിനൊക്കെ ചാടി പുറപ്പെടും. അവസാനം ഒക്കെ കളയും. അങ്ങനെ പറ്റിയിട്ടുണ്ടാവും അല്ലേ? കാശ് എങ്ങനെ കളഞ്ഞു? അതിനും ഒരു സാമർഥ്യം വേണമല്ലോ. കാശ് കളഞ്ഞല്ല, കട്ടുപോയി. ആര്? എങ്ങനെ പോയി? എന്നിട്ട് പോലീസ് പറഞ്ഞ് കേസാക്കിയില്ലേ? ഓ, പോയത് പോയി. വേറെന്ത് പറയാൻ? രാഘവൻ അറിയോ ഇത്? അറിയും. അതെ അതെ, ഓരോരുത്തർക്ക് ഓരോ അനർത്ഥം വന്നു പെടും. രാഘവന്റെ കഷ്ടകാലം മലവെള്ളം വന്നതായി. ഒക്കെ ദൈവത്തിന്റെ ഒരേ കളി. വിളമ്പിക്കോ വിളമ്പിക്കോ. മലയില് വിശപ്പ് കൂടുതലാ. പണിക്കാര് തിന്നണത് കാണണം. അവർക്ക് വേറെ ഒന്നും വേണ്ട, ചോറ് മതി. ഒരു കുന്നു ചോറിട്ടാൽ സന്തോഷം. തോട്ട പൊട്ടി നമുക്ക് ഇറച്ചി കിട്ടിയിട്ട് കുറെ കാലായി ഇല്ലേ കൊച്ചുട്ടി? അത് കുറച്ച് കടുപ്പം തന്നെ അച്ഛാ. വേണ്ടാന്ന് ഞാൻ പറയാറുണ്ട് രാഘവേട്ടനോട്. എന്ത് കടുപ്പം? തോട്ട വയ്ക്കാൻ സമർത്ഥനാ രാഘവൻ. 1-2 ഇതിനകം കുടുങ്ങി. ഭക്ഷണമെന്ന് വിചാരിച്ച് പന്നി കടിക്കുമ്പോഴല്ലേ തോട്ട പൊട്ടി തലപൊളിഞ്ഞ് ചാവണ. ഒന്നിനെ ഞാൻ കണ്ടു. ആവൂ, 1 ഏക്കർ തകർക്കാൻ ആ 1 മതി. അപ്പോഴോ കൊല്ലാണ്ട് പറ്റുമോ? പാട്ട പൊട്ടിയാ വരില്ലെന്ന് പറയുന്നുണ്ടല്ലോ. ഓടിച്ച പോരെ, എന്തിനാ കൊല്ലണേ? കൊല്ലണ്ടതിനെ കൊല്ലണം. ദയവ് വിചാരിച്ച് വിട്ടാൽ അത് പിന്നെ അതിലും അനർത്ഥം ഉണ്ടാക്കും. ദ്രോഹം ഉണ്ടാക്കുന്ന സൈസാണെന്ന് വന്നാൽ തരം കിട്ടുമ്പോ കൊല്ലണം. അതാ മലയിലെ നിയമം. എന്താ വാല, തെറ്റുണ്ടോ? കൊല്ലണം. ഇമ്മണി കാലായല്ലേ വൈക്ക്? ഇടയ്ക്ക് വരാറുണ്ട് ഈ വഴി. ഏതെങ്കിലും ലോറിക്കാർ കിടക്കണ്ടാവും. അതിനെന്താ, നിങ്ങക്ക് വിളിച്ചൂടെ? ഓ, ടിക്കറ്റെടുത്ത് ക്യൂ നിൽക്കാൻ നീ എന്താ വല്ല? നിങ്ങള് വരുമ്പോഴൊക്കെ ചോദിക്കണമെന്ന് വിചാരിക്കും. മലയിൽ എന്തെടുത്താ നിങ്ങക്ക് പണി? കരി. ഗാർഡുകാര് ചിലര് മണത്ത് മണത്ത് നടക്കണ്ടെന്ന് അബു പറഞ്ഞു. അറിയാം. നീ കഴിച്ചോ കൊച്ചോട്ടെ, എന്നിട്ട് മതി. ഉണക്കായിരിക്കണു. ഇവളുടെ അമ്മ വാര്യത്തെ ആയിരുന്നു.
വെള്ളിലക്കാവ് അമ്പലം എന്ന് കേട്ടിട്ടുണ്ടോ ബാലൻ? അമ്പലത്തിനടുത്ത്. ഞാൻ അടുത്ത വീട്ടിലത്തെ ആയിരുന്നു. എൻ്റെ അച്ഛൻ കൽപ്പണിക്കാരനായിരുന്നു. അങ്ങനെ പറ്റി. കളിതമാശ പറഞ്ഞു അതങ്ങോട്ട് കാര്യമായിരുന്നു വെച്ചോളൂ. നാട്ടിൽ പുക്കാരത്താവാൻ അധികം വേണ്ടല്ലോ. അമ്മണിക്കുട്ടിയുടെ ദേഹത്തൊന്നും തൊട്ടിട്ടും കൂടിയില്ല. എന്നിട്ട് കൂളന്മാര് ഞങ്ങൾ നിന്ന് വർത്തമാനം പറയണ കണ്ടിട്ട് അമ്പലച്ചമരിൽ എഴുതി വെച്ചു, വാരസ്യാര് കുട്ടിക്ക് പാണെന്നാണുവിന്റെ നായ്ക്കള്. തല നിർത്തി നടക്കാൻ വയ്യാണ്ടായി ആ കുട്ടിക്ക്. ചങ്കും പൊങ്കും ഇല്ലാത്ത പ്രായമല്ലേ. രണ്ടും കൽപ്പിച്ചിറങ്ങാൻ ധൈര്യം ഉണ്ടോ അമ്മണിക്കുട്ടിയെന്ന് ചോദിച്ചു. ഉണ്ടെന്ന് 34. വല്ലാത്ത ധൈര്യമുള്ളൊരു പെങ്കടാവായിരുന്നു. അത് പറയാണ്ട് വയ്യ. വയറ് അറിഞ്ഞ ക്ഷീണാവറ്റയ്ക്ക് ഇരിപ്പ് തന്നെ. രണ്ടാളുടെ പണി ഇവളുടെ അമ്മ ഒറ്റയ്ക്ക് എടുത്തിരുന്നു. അവരാച്ചൻ അവള് പണിയെടുക്കണ കണ്ട് എന്നെ ചീത്ത പറയും. ഞാൻ പറഞ്ഞാലും കേൾക്കട്ടെ. കഴിഞ്ഞുകൂടാൻ വഴിയായപ്പോഴും നിർത്തിയില്ല. ഒരു പെൺകുട്ടിയാണ്, അതിന് നാളേക്ക് എന്തെങ്കിലും വേണ്ടേ എന്നായി. പിന്നെ അവക്കൊന്നും വേണ്ട. മേലിടാൻ നല്ലതൊന്നും വാങ്ങാൻ സമ്മതിക്കില്ല. കൊല്ലത്തിൽ 3 പവന്റെ പണ്ടം വാങ്ങണം മോക്ക്. ഒന്ന് ചായണോ? വേണ്ട, ഞാനിരുന്നാ പണിക്കാർ കിടക്കും, പിന്നെ ഉറങ്ങാനും തുടങ്ങും. ഞാൻ നടക്കട്ടെ. അപ്പൊ രാഘവേട്ടൻ വന്നാ വഴിക്ക് കാണാൻ നോക്കും. എനിക്ക് നാട്ടിലെത്തും വേണം. ഇന്ന് തന്നെ നാടെത്തണം വെച്ചാൽ വേണം. അടിവാരത്തുനിന്ന് ബസ് കിട്ടാൻ ഇപ്പൊ തന്നെ പോണ്ടി വരും. എന്നാലും വന്നിട്ട് കാണാണ്ട് പോണത്. പിന്നെ വരാം. സ്ഥലം മനസ്സിലായല്ലോ. വന്നില്ലെങ്കിലും കഷ്ടപ്പാടൊന്നും വരാതെ നിങ്ങളൊക്കെ നന്നായിരിക്കട്ടെ എന്ന് ഉള്ളിലെപ്പോഴും ഒരു വിചാരം ഉണ്ടാവും. നടക്കട്ടെ. മനസ്സിൽ ചില കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ട്. രാഘവന്റെ സ്വന്തം ആളാന്ന് അറിയാം. എന്നാലും ചോദിക്കുക, ആളെങ്ങനെയാ? തെറ്റൊന്നുമില്ലല്ലോ. ഏയ്, അന്യോന്യം ഒന്നും പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. പറയാണ്ട് തന്നെ രാഘവനും അറിയും. ഗുരുവായൂർ നടക്കി വെച്ച് അതൊന്നും അങ്ങോട്ട് വ്യവസ്ഥയാക്കിയാലോ എന്നാ വിചാരം. എന്താ തെറ്റുണ്ടോ? എന്താ ഒന്നും പറയാത്തേ? ഏയ്, ഒന്നുമില്ല. അവനും ഒറ്റാൻ തടി. ഏതോ ദൈവനിശ്ചയം കൊണ്ടാവും അവൻ വന്ന് പെട്ടത് അല്ലേ? ആ, ബാലൻ രാഘവനെ കണ്ടിട്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? അത് ഞാൻ ചോദിച്ചില്ല. ഒന്നുമില്ല, വെറുതെ ഒന്ന് കാണാൻ. ഒന്ന്, രണ്ട്, ആ, ഒന്ന്, നല്ല ആളാ. ഒന്നും പറയാണ്ട് പുലർച്ചയ്ക്കൊരു പോക്ക്. രണ്ട്, പോക്കോ. നേരത്തെ കൃഷി ഓഫീസ് ചെല്ലാന്ന് പറഞ്ഞിരുന്നു. ചെന്നപ്പോ ഓഫീസറില്ല. രാഘവേട്ടനെ ഇനി രാജുവേട്ടനെന്ന് മാറ്റി വിളിക്കേണ്ടി വരുമല്ലോ. ആ, മതി. രാജു എന്നാ നാട്ടിലെല്ലാരും വിളിക്കുക അല്ലേ? ആര് പറഞ്ഞു? അതൊക്കെ എനിക്കറിയാം. ചങ്ങാതി വെളിച്ചായപ്പോ എത്തി. ഇക്കണ്ട നേരം കാത്തിരുന്നു. വൈകുന്നേരത്തെ ബസ് പിടിക്കണമെന്ന് പറഞ്ഞ് ഇത്തിരി മുമ്പാ പോയത്. വഴിക്ക് കണ്ടില്ലേ? ആര്? ബാലൻ. ഞങ്ങൾ ഊണൊക്കെ കൊടുത്തിട്ടേ വിട്ടുള്ളൂ. അടുത്ത ചങ്ങാതിയാണല്ലേ? അവനെങ്ങനെ എവിടെ? നിൽക്കാൻ ഞാൻ കുറെ നിർബന്ധിച്ചു. പിന്നെ വരാന്ന് പറഞ്ഞു പോയി. ബാലൻ തനിച്ചാണ് വന്നത്? ഒറ്റയ്ക്ക്. ഈ മണ്ണ് കണ്ടിട്ട് ബാലനും ഇത്തിരി കാര്യമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അയലക്കാരല്ലേ? ചങ്ങായിക്ക് എന്തോ ഒരു ബേജാറുണ്ട്. ബാലൻ എന്തു പറഞ്ഞു? പാവം എന്തു പറയാൻ. കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് മുഴുവൻ കട്ടുപോയിന്ന് അച്ഛൻ പറഞ്ഞപ്പോഴാ ഞാൻ അറിയണേ. വരണ വഴിയിലേക്ക് എന്നെ നോക്കി ഒറ്റ ഇരിപ്പായിരുന്നു. നാട്ടില് പോലീസ് ഉണ്ടായിട്ട് എന്താ കാര്യം? ആ കള്ളനെയൊക്കെയാണ് പിടിച്ച് ഇഞ്ച ചതയ്ക്കും പോലെ ചതയ്ക്കേണ്ടത്. തോട്ട വയ്ക്കാൻ ഞാനാണെങ്കിൽ ഇങ്ങനെ തോറ്റനെയായിരിക്കും.